ഇത് രണ്ടുപേരും കൂടെ ചേരുന്നതാണ് സഭ. ഈ സഭ കർത്താവിന്റെ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18 മുതൽ വാക്യങ്ങളിൽ നാം ഇപ്രകാരം ശ്രദ്ധിക്കുന്നുണ്ട്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇനി ശ്രദ്ധിക്കണം, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിനുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. സർവ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന്റെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കും. നമുക്കിടെ ഈ ശരീരത്തിന്റെ രൂപാന്തരത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയാണ്. നാം ജനിച്ച് യൗവനപ്രായത്തിലെത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ഓജസ്സും കാന്തിയും കോമളത്വം ഒക്കെയുണ്ട്. എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇതിന്റെ എല്ലാ രൂപഭാവം മാറും. നാം ബലഹീനമായി മാറും. ഈ ശരീരം വിരൂപമായി മാറും. ഇത് ദ്രവത്വത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ കർത്താവിന്റെ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെ പ്രാപിക്കും. ഈ മർത്യമായ ശരീരം അമർത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് കാണുന്നത്. നാം അതുപോലെ ആയിത്തീരും എന്ന് യോഹന്നാൻ അപ്പോസ്തലന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായിത്തീരും. അപ്പോൾ കർത്താവിന്റെ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ അന്ന് വരെ ക്രിസ്തുവിൽ മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ സഭ ദൈവത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ ഇതിന്റെ ഒരു നിഴൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങളിൽ നാം ഇപ്രകാരം ശ്രദ്ധിക്കുന്നു: യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പുപണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുപ്പിക്കുവാനും ഉതകണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടണം. ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. 2-ാം പ്രാവശ്യം ഗംഭീരത ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീരധ്വനി ഊതണം. സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി ഊതരുത്. ഇവിടെ നാം വായിക്കുന്നത് ഇസ്രായേലിന്റെ യാത്രയിൽ ദൈവം നൽകിയതായിട്ടുള്ള പ്രമാണം. വെള്ളി കൊണ്ട് അടുപ്പ് പണിയായി 2 കാഹളങ്ങൾ. 1 കാഹളം ഊതുമ്പോൾ സഭ ഒന്നിച്ച് കൂടണം. 2 ഗംഭീരധ്വനി ഊതുമ്പോൾ പാളയങ്ങൾ പുറപ്പെടണം. ഇത് പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഈ കാഹളം ഊതുമ്പോൾ സഭ ഒന്നിച്ചു കൂടുകയാണ്. സുവിശേഷ കാഹളം ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണിലും ഊതിക്കൊണ്ടിരിക്കുകയാണ്. സുവിശേഷ കാഹളം ഇന്ന് ഊതിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരങ്ങൾ ഒന്നിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദൈവമക്കളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗംഭീരധ്വനി ഊതുമ്പോൾ പാളയങ്ങൾ പുറപ്പെടണം. കർത്താവിന്റെ ഗംഭീരനാഥം മുഴങ്ങുമ്പോൾ സഭ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കാഹളം ഊതുമ്പോൾ സഭ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. സഭ മധ്യാകാശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ സഭയെ തടയുവാനായിട്ട് അന്ധകാരത്തിന്റെ ശക്തി വെളിപ്പെടും. ദൈവത്തിന് വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യൂദായുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം ശ്രദ്ധിക്കുന്നു: എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫലിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ഇസ്രായേൽ മക്കളുടെ യാത്രയ്ക്ക് നേതൃത്വത്തിനായി ദൈവം എഴുന്നേൽപ്പിച്ച മോശയെക്കുറിച്ച് നാം പഠിക്കുന്നു. മോശ മരിച്ചതും അവന്റെ ഡെഡ് ബോഡിയും അവനെ അടക്കിയ സ്ഥലവും ഇസ്രായേൽ മക്കളെ ദൈവം കാണിച്ചില്ല. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോവാബ് ദേശത്ത് ബെത്പേരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല.
മോശ മരിച്ചതും അവനെ അടക്കിയതും ഇസ്രായേൽ മക്കളെ ദൈവം കാണിച്ചില്ല. കാരണം അതിന് പല വേർഷനുണ്ട്, പല ചിന്തയുണ്ട്, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരത്തിന്റെ അവകാശം പറഞ്ഞ് പിശാച് അവിടെ വെളിപ്പെട്ടതായി യൂദായുടെ അപ്പോസ്തലൻ വായിച്ചത് നാം ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ മോശ മരിച്ചപ്പോൾ അവന്റെ ശരീരത്തിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് പിശാച് വെളിപ്പെട്ടത് ഇവൻ കുലപാതകനാണ്, ഇവൻ ദൈവത്തിന്റെ പ്രമാണം എറിഞ്ഞു പൊട്ടിച്ചവനാണ്, അവരോട് കൽപ്പിക്കാൻ പറഞ്ഞു, ഇവൻ അടിച്ചു. ഇങ്ങനെ ക്രമവിരുദ്ധമായ പല കാര്യങ്ങൾ ചെയ്തതായിട്ടുള്ള ഇവന്റെ ശരീരത്തിന്റെ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് പിശാച് അവിടെ വെളിപ്പെട്ടു. അപ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ അവിടെ വെളിപ്പെട്ട് പിശാചിനെ അവിടെ നിന്ന് മാറ്റിയതായി യൂദാ അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ സഭ മധ്യാകാശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭയെ തടയുവാനായി ഈ പിശാചിന്റെ സൈന്യം, അന്ധകാരത്തിന്റെ സൈന്യം അവിടെ വെളിപ്പെടും. അവരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നാം വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഇവിടെ പൗലോസ് പറയും നമുക്ക് പോരാട്ടമുള്ളത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. സഭ മധ്യാകാശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭയെ തടയുവാനായി സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന അവിടെ വെളിപ്പെടും. അവർക്ക് പറയാൻ പല കാരണങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ, അവരുടെ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിൽ പല അപാകതകൾ വന്നിട്ടുണ്ട്. അതെല്ലാം പിശാച് കുറിച്ചിട്ടുകൊണ്ട് നമ്മോട് കൂടെയുണ്ട് എന്ന് പ്രത്യേകമായി ഓർത്തുകൊള്ളണം. അവിടെ പിശാച് മധ്യാകാശത്തിൽ ഈ ലിസ്റ്റുമായി അവിടെ കടന്നു വരും. ഇങ്ങനെ പല കുഴപ്പങ്ങളുള്ളതായിരിക്കുന്ന ഇവരെ മുൻപോട്ട് വിടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് മധ്യാകാശത്തിൽ സ്വർലോകങ്ങളെ സൈന്യം തടയുമ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ കാഹളമൂതി അവിടെ വെളിപ്പെടും. മോശയുടെ ശരീരത്തിന് അവകാശം പറഞ്ഞ പിശാചിനെ മീഖായേൽ മാറ്റിയതുപോലെ സഭ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ അവിടെ വെളിപ്പെട്ട് ആ അന്ധകാര സൈന്യത്തെ അവിടെ നിന്ന് മാറ്റും. സഭ കർത്താവിനോടുകൂടെ മധ്യാകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഇപ്പോൾ വഴിയിൽ തടുക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവ്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്, എന്നാൽ അവന്റെ ഒറിജിനൽ ഭാവം വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്നത് വഴിയിൽ തടുക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ ഇവിടുന്ന് മാറുന്ന ഒരു സന്ദർഭമുണ്ട്. അത് കർത്താവിന്റെ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ മാത്രമാണ്. കർത്താവിന്റെ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് താൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സഭയുമായി മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. സഭ ഇവിടുന്ന് എടുക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ ഇല്ല. അപ്പോൾ സഭ മധ്യാകാശത്തിൽ കർത്താവിനോടുകൂടെ പരിശുദ്ധാത്മാവ് എടുത്തു കഴിയുമ്പോൾ ഇവിടെ എതിർ ക്രിസ്തു വെളിപ്പെടും. അവൻ യഹൂദനുമായിട്ടുള്ള സഖ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകത്തിന്റെ ഭരണം ഇവൻ ഏറ്റെടുക്കും. ഒരു ഏക ലോക ഗവൺമെന്റിന് വേണ്ടിയുള്ളതായിരിക്കുന്ന മുറവിളി ഇന്ന് തുടരുകയാണ്. 2025 ജനുവരി മാസം 24-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ മലയാള മനോരമയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഞാൻ ഇപ്രകാരം ഓർമ്മപ്പെടുത്തട്ടെ. 2025 ജനുവരി മാസം 24-ാം തീയതി വെള്ളിയാഴ്ച. അതിന്റെ പ്രധാന ഭാഗം ജനീവയിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ഒരൊറ്റ ലോകം ഒരൊറ്റ ജനത കോൺക്ലേവിൽ വെച്ച് അതിർത്തി രക്ഷാ സേനകളെ പിൻവലിക്കാനുള്ള കരാറിൽ ലോക നേതാക്കൾ ഒപ്പുവെച്ചു. അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഈ ലോകത്തിന്റെ ഒരു ഭരണത്തിലേക്ക് ക്രമത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതായിരിക്കുന്ന വലിയ സൂചനകൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ ഭരണം മുഴുവൻ ഏറ്റെടുക്കുവാനായി എതിർ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വെളിപ്പെടും. അവനിപ്പോൾ വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്നത് പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. കർത്താവിന്റെ കാഹള ശബ്ദമോതി സഭ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് മാറ്റപ്പെടും. അവന് സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കാനായിട്ട് എതിർ ക്രിസ്തു രംഗത്തേക്ക് കടന്നു വരും. 666 എന്നുള്ളതായിരിക്കും നമ്പർ ലോക ജനതയിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൻ ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നാം ഇപ്രകാരം ശ്രദ്ധിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈയിലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേര് സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വകയാതെയും ആക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ,
അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. 666 എന്നുള്ളതായിരിക്കുന്ന നമ്പർ അവൻ മുഖമുദ്രയാക്കിക്കൊണ്ട് ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും. ആ നമ്പർ ഇന്ന് സർവ്വസാധാരണമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 2010 മാർച്ച് മാസം 1-ാം തീയതി മനോരമയിൽ വന്നിട്ടുള്ളൊരു വാർത്ത എൻ്റെ കയ്യിലുണ്ട്. അതിപ്രകാരമാണ്: നഗരമധ്യത്തിലുള്ള ആഡംബര ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റിന്റെ ഫാൻസി നമ്പർ 666. അവിടെ ഒരു ആരാധന നടക്കുകയാണ്. ഇവിടെ ഒരു ആരാധന നടക്കാൻ പോവുകയാണ്. വെറും ആരാധനയല്ല, സാത്താൻ സേവ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നടക്കുകയാണ്. ആ ആരാധനയിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആണിക്കല്ലായിരിക്കുന്ന തിരുമേശയിൽ എതിരായിട്ടുള്ളതായിരിക്കുന്ന ഒരു ആരാധനയിൽ അവിടെ വെളിപ്പെടുന്നതായിട്ടുള്ള ഭാഗം ഇപ്രകാരമാണ്. എഴുതിയിരിക്കുന്ന പല ഭാഗങ്ങളും കട്ട് ചെയ്ത് പ്രധാന ഭാഗങ്ങൾ മാത്രം പറയട്ടെ. വെറും ആഭിചാരക്രിയ അല്ല ഇവിടെ നടക്കുന്നത്. പൂജയ്ക്കൊപ്പം നടക്കുന്നത് ലഹരിമരുന്ന് കച്ചവടം, നഗ്ന നൃത്തം, പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് കറുത്ത പാത്രത്തിൽ ശേഖരിച്ച അശുദ്ധ രക്തം, ത്രികോണാകൃതിയിൽ മുറിച്ച അപ്പം. അപ്പോൾ ത്രികോണാകൃതിയിൽ മുറിച്ച അപ്പവും കറുത്ത പാത്രത്തിൽ ശേഖരിച്ച അശുദ്ധ രക്തവും അവരുടെ ശുശ്രൂഷയിൽ ഉപയോഗിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിപാവനമായിരിക്കുന്ന രക്തം പ്രാർത്ഥിച്ച് വിശുദ്ധീകരിച്ച് ദൈവമക്കൾ അവരുടെ ആത്മീക പരിപോഷണത്തിനായി ഭക്ഷിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ ശരീരം നുറുക്കപ്പെട്ട് നമ്മുടെ ആത്മീക പരിപോഷണത്തിനായി നാം ഭക്ഷിക്കുമ്പോൾ അതിന് ബദലായി സാത്താൻ സേവക്കാർ ചെയ്യുന്നതായിട്ടുള്ള പരിപാടിയാണ് ഞാൻ വായിച്ചത്. അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2010 വാർത്തയാണെങ്കിൽ ഇന്ന് അതിനേക്കാൾ എത്രയോ അധികമായി വർദ്ധിച്ചിരിക്കും. അതിന്റെ വിശദീകരണം ഞാൻ വായിക്കുന്നില്ല. അപ്പൊ 666 നമ്പർ ലോക വ്യാപാര രംഗങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഏക ഭരണത്തിലേക്ക് അവൻ പ്രവേശിക്കും. സഭ അപ്പോൾ മധ്യാകാശത്തിലായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായി ദൈവമക്കൾ ഓർത്തിരിക്കണം. ഇവൻ ഈ ഭരണം ഏറ്റെടുക്കുക യഹൂദനുമായിട്ട് സഖ്യത്തിലേക്ക് പ്രവേശിച്ച് ദൈവാലയത്തിൽ അവന്റെ ആസ്ഥാനം ഉറപ്പിക്കും. അതേക്കുറിച്ച് രേഖപ്പെടുത്തി തെസ്സലോനിക്കർ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, 2:4, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. AD 70 തീത്തോസിന്റെ പടയാളികളാൽ നശിപ്പിക്കപ്പെട്ടു പോയതായിട്ടുള്ള യെരൂശലേം ദേവാലയം ഇന്ന് അവിടെ മറ്റൊരു ആലയമാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ യെരൂശലേം ദേവാലയം ഇരുന്ന സ്ഥലം അവർ പിടിച്ചെടുക്കും. അതിനുള്ളതായിരിക്കുന്ന ഒരുക്കങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ സസൂക്ഷ്മം പഠിക്കുന്ന ഒരു ദൈവബദലിന് അക്കാര്യം വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവാലയം ഇരുന്ന സ്ഥലം അവർ പിടിച്ചെടുത്ത് ആധുനിക ടെക്നോളജിയുടെ ഉപജ്ഞാതാക്കളായിരിക്കുന്ന യഹൂദ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധി വൈഭവത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന മനോഹരമായിരിക്കും ദൈവാലയം അവിടെ പണിയപ്പെടും. ആ ദൈവാലയത്തിലായിരിക്കും അവന്റെ ആസ്ഥാനം ഉറപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ നിഴലായി ഇന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വേദപുസ്തകത്തിലെ ഏത് കാര്യങ്ങൾ പഠിച്ചാലും നിഴലും പൊരുളുമായി അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചന ഭാഗം കർത്താവായ യേശു ക്രിസ്തു എടുത്ത് രേഖപ്പെടുത്തുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ പ്രവാചകൻ പറഞ്ഞതായിട്ടുള്ള പ്രവചനം നിവർത്തിക്കപ്പെടുന്നതിനെ കുറിച്ച് കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണും. ഇവിടെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണും. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞതാണ്. അത് എതിർ ക്രിസ്തു തന്റെ ആസ്ഥാനം ദൈവാലയത്തിൽ ഉറപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അതിന്റെ നിഴൽ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആരാധനയ്ക്കായി, പ്രാർത്ഥനയ്ക്കായി, കൂട്ടായ്മയ്ക്കായി, ഉപവാസത്തിനായി പണിതിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആലയം, തൃത്വനാമത്തിൽ പിതാക്കന്മാർ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് വേർതിരിച്ചതായിട്ടുള്ള ആലയങ്ങളിൽ ആരാധന കുറഞ്ഞു, കൂട്ടായ്മ കുറഞ്ഞു. പകരം ഓട്ടം, ചാട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, നാടകം തുടങ്ങിയതായിട്ടുള്ള കലാപരിപാടികൾ വളരെയേറെ ശക്തിപ്പെട്ടിരിക്കുക. കമ്മിറ്റി കൂലി, അടി, ബഹളം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കാണുമ്പോൾ ഓർത്തുകൊള്ളണം, ഇതിന്റെ ഒറിജിനൽ ദൈവാലയത്തിൽ വരാൻ പോവുകയാണ്. ദൈവമക്കളെ, സഭ മധ്യാകാശത്തിൽ ആ സമയം ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിയല്ലോ. സഭ മധ്യാകാശത്തിലായിരിക്കുമ്പോൾ സഭയ്ക്ക് പ്രതിഫലം കൊടുക്കുന്നതായിട്ടുള്ള സന്ദർഭം കൂടിയാണ്. അതേക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം മുതൽ പൗലോസ് രേഖപ്പെടുത്തുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ
എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിലോ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. ഇവിടെ പൗലോസ് സഭയ്ക്ക് മധ്യാകാശത്തിൽ വെച്ച് നൽകുന്നതായിട്ടുള്ള പ്രതിഫലത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണി ഏത് വിധമെന്ന് ശോധന ചെയ്യുന്നതായിട്ടുള്ള ഒരു സുദിനമുണ്ട്. അവിടെ പൗലോസ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ, ഈ 6 വസ്തുക്കളെ കൊണ്ടുള്ള പണി. ഒന്ന് മരം, പുല്ല്, വൈക്കോൽ, അതുകൊണ്ടുള്ള പണി തീയിലിടുമ്പോൾ വെന്തു പോകും. എന്നാൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഇവ കൊണ്ട് പണിതായിട്ടുള്ള പണി അത് ശോഭയോടെ പുറത്തു വരും, അവർക്ക് പ്രതിഫലം ലഭിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആകയാൽ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യത്തിൽ പൗലോസ് നമുക്കൊരു ഉറപ്പ്, ഒരു ആഹ്വാനം നൽകുന്നുണ്ട്. 15-ാം അധ്യായത്തിന്റെ 58-ാമത്തെ വാക്യത്തിൽ, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ആകയാൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള വലിയ ശുശ്രൂഷ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. ആകയാൽ നമുക്കൊരു വലിയ പ്രതിഫലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ യുവഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ ആയിരങ്ങൾ യേശുവിനെ അറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആകയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം നൽകുകയാണ്. ആകയാൽ അവന്റെ വേലയിൽ നമുക്ക് അധികമായി വർദ്ധിച്ചു വരാം. എന്തുകൊണ്ടെന്നാൽ ഒരു വലിയ പ്രതിഫലം കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അനേക വിശുദ്ധന്മാർ, കോടാനുകോടി വിശുദ്ധന്മാർ കർത്താവിന്റെ സന്നിധിയിൽ പ്രതിഫലം വാങ്ങുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ പ്രതിഫലം വാങ്ങിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പദവിയിലേക്ക് ദൈവം നമുക്ക് അവസരം ഒരുക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വേലയിൽ അധികമായി വർദ്ധിച്ചു വരുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നത് ഈ വലിയ ഉറപ്പാണ്. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പോയി പ്രവർത്തിക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നില്ലെങ്കിലും കഴിവില്ലെങ്കിലും ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള സമ്പത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ധാരാളമായി കൊടുക്കുവാനായി, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അതിനും ധാരാളം പ്രതിഫലം കർത്താവ് ഒരുക്കും. ആകയാൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ടുള്ളതായിരിക്കുന്ന പണി നടത്തി ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് തന്നെ സമർപ്പിക്കാം. എന്റെ പേര് കേൾക്കാനായിട്ടല്ല, എനിക്ക് മാന്യതയ്ക്ക് വേണ്ടിയല്ല, എനിക്ക് നേട്ടത്തിന് വേണ്ടിയല്ല, പിന്നെയോ ദൈവനാമ മഹത്വത്തിലൂടെ ചില ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ ഇടയാകുന്നെങ്കിൽ നാം പ്രവർത്തിച്ചതും അധ്വാനിച്ചതും ചെലവിട്ടതും അതിന് പ്രതിഫലമുണ്ട്. അത് കർത്താവിന്റെ പുനരാഗമന സമയം കർത്താവിന്റെ സന്നിധിയിൽ മധ്യാകാശത്തിൽ വെച്ച് അനേക വിശുദ്ധന്മാർ നടുവിൽ നമുക്കും പ്രതിഫലം നൽകും. ആ വലിയ പ്രത്യാശയോടെ കർത്താവിന്റെ വേലയിൽ അധികമായി മുൻപോട്ട് വരുവാൻ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കപ്പെടാം. കർത്താവ് മധ്യാകാശ സഭ എടുത്തു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എതിർക്രിസ്തുവിന്റെ ഭരണം ഇവിടെ തുടരും. ഇവിടെ ഒരു വലിയ പീഡനത്തിന്റെ കാലഘട്ടത്തിലേക്ക് നീങ്ങും. ലോകത്തിൽ വലിയൊരു പീഡ, കുന്നുകളെ ഞങ്ങളെ മറപ്പീൻ, പാറകളെ ഞങ്ങളെ മൂടുവീൻ എന്നുള്ളതായിരിക്കുന്ന വലിയ വിലാപം ഉണ്ടാകും. ഈ വിഷയത്തിൽ മഹാപീഡന കാലഘട്ടത്തിൽ സഭ മഹാപീഡനത്തിൽ കടന്നു പോകുമെന്നും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന 2 ചിന്തകൾ ക്രിസ്തീയ മണ്ഡലത്തിൽ ഉണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിന്റെ പുനരാഗമന സമയത്തിന് ശേഷം ഇവിടെ ലോകം മഹാപീഡനത്തോടെ കടന്നു പോകുമ്പോൾ തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ സഭ മഹോപദ്രവകാലത്തിൽ കൂടെ മഹാപീഡനത്തിലൂടെ കടന്നു പോകുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1-2 വേദഭാഗങ്ങൾ അതിനാധാരമായി നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം, ക്രോധം കടന്നു പോകുവോളം അല്പനേരം ഒളിച്ചിരിക്കാം. ഇവിടെ പ്രവാചകൻ വളരെ വ്യക്തമായി ഉറപ്പെടുത്തുന്നു, എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം, ക്രോധം കടന്നു പോകുവോളം അല്പനേരം ഒളിച്ചിരിക്കാം. മഹാക്രോധം, വലിയ പീഡനം നടക്കുമ്പോൾ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കൾ തന്റെ നിക്ഷേപമായി സഭ സുരക്ഷിതമായി കർത്താവിനോടുകൂടി ആയിരിക്കും. ഈ പീഡനത്തിലൂടെ സഭ കടന്നു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മാത്രമല്ല, സങ്കീർത്തന പുസ്തകം 27-ലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5-ാം വാക്യം: അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഒരു വലിയ അനർത്ഥം ഈ ലോകത്തിൽ സംഭവിക്കുമ്പോൾ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ നിക്ഷേപമായി സഭ ഈ അനർത്ഥങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ച് കർത്താവിന്റെ സന്നദ്ധിയിൽ സുരക്ഷിതമായി ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമായി നാം ശ്രദ്ധിക്കുക,
തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിച്ചല്ലോ, ദൈവമെന്നോ പൂജാവിഷയമെന്നോ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി ആയിരിക്കും. ദൈവമാണെന്നുള്ള വിളംബരം പ്രഖ്യാപിക്കുമ്പോൾ ഏക ദൈവ വിശ്വാസിയായിരിക്കുന്ന യഹൂദൻ അവനെ എതിർക്കും. ആ എതിർപ്പിൽ ഇവർ തമ്മിൽ സഖ്യത ലംഘിച്ചുകൊണ്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും. ആ യുദ്ധം വളരെ രൂക്ഷമായിരിക്കും. ആ യുദ്ധത്തിൽ യഹൂദൻ പരാജയത്തിലേക്ക് നീങ്ങും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. സഖറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10 മുതൽ വാക്യങ്ങളിൽ നാം ഇപ്രകാരം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. ഇവിടെ നാം കാണുന്നത്, ഇവൻ പരാജയത്തിലേക്ക് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യഹൂദജനത്തിനുള്ളിൽ പ്രവർത്തിക്കും. ഇവിടെ പ്രവാചകൻ പറഞ്ഞു, തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് നോക്കും. അപ്പോൾ അവരുടെ ഉള്ളത്തിൽ പാപബോധം ഉണ്ടാകും. അവർ വിലപിക്കും, മശിഹായെ, ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളും അറിയാതെ നിന്നോട് ചെയ്തു പോയ മഹാപാതകം ഞങ്ങളോട് പൊറുക്കണമേ എന്ന് പറഞ്ഞ് അവർ വിലപിക്കും. വലിയ മഹാവിലാപം അവിടെ നടക്കും. ആ വിലാപം ദൈവസന്നിധിയിലെത്തും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. അപ്പോൾ കർത്താവ് 7 വർഷക്കാലം മധ്യാകാശ പൂർത്തീകരിച്ചതിന് ശേഷം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരും. സഖറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും നീങ്ങിപ്പോകും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ ഇറങ്ങി വരും. അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുമ്പോൾ ഓർപ്പെടുത്തിയല്ലോ, യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ വെച്ച് ശിഷ്യന്മാർ കാണുക അവർ സ്വർഗ്ഗാരോഹണം ചെയ്തെങ്കിൽ അതേ പോയിന്റിലേക്ക് കർത്താവിന്റെ പാദം മടങ്ങി വരുമ്പോൾ ഇവിടെ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പിശാചിനെ അവർ ബന്ധിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങളിൽ യേശുക്രിസ്തു സഭയുമായി മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുമ്പോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധം തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. ഇവിടെ പഴയ പാമ്പായ മഹാസർപ്പത്തെ കർത്താവ് തന്റെ ദൂതനെ അയച്ച് ബന്ധിച്ച് അഗാധകൂപത്തിൽ മുദ്രവയ്ക്കും. അഗാധകൂപത്തിൽ മുദ്രവെച്ച് സാത്താനെ ബന്ധിച്ചു കഴിഞ്ഞിട്ട് യേശുക്രിസ്തു യെരൂശലേം തലസ്ഥാനമാക്കിക്കൊണ്ട് 1000 ആണ്ട് ഈ ലോകത്തെ വാഴും. ഈ ലോകത്തെ ഭരിക്കുവാൻ കെൽപ്പുള്ള, അറിയാവുന്ന ഒരേ ഒരു രാജാവ് യേശുക്രിസ്തു മാത്രമാണെന്ന് ലോകജനതയ്ക്ക് കർത്താവ് ബോധ്യപ്പെടുത്തും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും. ദൈവത്തിന് സ്തോത്രം. നീതിയോടെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു നല്ല ഭരണം യേശു ഈ ലോകത്തിൽ നടത്തും. ആ ഭരണത്തിൽ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനോടുകൂടെ തന്റെ മണവാട്ടി സഭയും ഉണ്ടായിരിക്കും. സങ്കീർത്തനങ്ങൾ 19:1 വായിക്കുമ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് പൊഴിക്കുന്നു. രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനുമില്ല. അവിടെ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ചുള്ളതായിരിക്കുന്ന ഒരു പ്രവചനത്തിന്റെ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് പൊഴിക്കുന്നു. രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം കേൾപ്പാനുമില്ല എന്ന് പറഞ്ഞാൽ ഓരോ രാത്രിയും മൂകമായി വാക്കുകളില്ലാതെ പ്രഖ്യാപിക്കുന്നു, ഒരു ഭീകരമായ രാത്രി വരാൻ പോകുന്നു. ഓരോ പ്രഭാതവും മൂകമായി വാക്കുകളില്ലാതെ പ്രഖ്യാപിക്കുന്നു, ഒരു വലിയ പ്രഭാതം വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് വലിയ അർത്ഥപൂർണമായിരിക്കുന്ന ഒരു വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഓരോ പകലും ഓരോ രാത്രിയും മൂകമായി വാക്കുകളില്ലാതെ പ്രഖ്യാപിക്കുന്നു. ഓരോ രാത്രിയും വിളിച്ചു പറയുന്നു, ഭീകരമായ രാത്രി വരാൻ പോകുന്നു. ഓരോ പകലും വിളിച്ചു പറയുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം വരാൻ പോകുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പ്രഭാതത്തിന്റെ പൊൻപുല്ലിലേക്ക് പ്രവേശിക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്ത സകലരും ഈ ഭീകരമായ രാത്രിയിലേക്ക് തള്ളപ്പെടാൻ പോകുകയാണ്. ന്യായവിധിയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, വചനം കേട്ട ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, നിന്റെ പുനരാഗമനത്തിൽ കാഹളശബ്ദം മുഴങ്ങുമ്പോൾ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽ വിശുദ്ധിയോടെ നിലക്കെടുപ്പെടുവാൻ, പ്രതിഫലം വാങ്ങുവാൻ, അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിപ്പാൻ എനിക്ക് നീ കൃപ തരണമേ. യെരൂശലേം തലസ്ഥാനമാക്കിക്കൊണ്ട് കർത്താവ് ലോകത്തെ ഭരിക്കുമ്പോൾ ലോക ജനതയ്ക്ക് അവൻ രാജാവായിരിക്കും.
മണവാട്ടിക്ക് മണവളനായിരിക്കും. ആ വലിയ പദവിയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവെ എനിക്കും കൃപ തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.